ആഗോള ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങളെയും സമുദ്ര സുരക്ഷാ സങ്കല്പങ്ങളെയും പൂർണ്ണമായും മാറ്റിമറിച്ചുകൊണ്ട് ഇൻഡോ പസഫിക് മേഖലയിൽ വീണ്ടും ഒരു വൻ സൈനിക നീക്കത്തിന് തുടക്കമായിരിക്കുകയാണ്. ലോകശക്തികളായ റഷ്യയും ചൈനയും സംയുക്തമായി നടത്തുന്ന അതീവ നിർണായകമായ നാവിക അഭ്യാസ പ്രകടനങ്ങളാണ് ഇപ്പോൾ പസഫിക് സമുദ്ര മേഖലയെ ഒന്നടങ്കം പിടിച്ചുലച്ചിരിക്കുന്നത്. പാശ്ചാത്യ സഖ്യത്തിനെതിരെയും അമേരിക്കൻ മേധാവിത്വത്തിനെതിരെയും തങ്ങളുടെ കരുത്ത് വിളിച്ചോതുന്ന ഈ സൈനിക നീക്കം അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര ചർച്ചകൾക്ക് ഇതിനോടകം തന്നെ വഴിവെച്ചു കഴിഞ്ഞു. ഈ വലിയ സംയുക്ത സൈനിക ദൗത്യത്തിന്റെ ഭാഗമായി റഷ്യൻ നാവികസേനയുടെ അതിശക്തമായ യുദ്ധക്കപ്പലുകളുടെ ഒരു വ്യൂഹം ചൈനയിലെ കിങ് ഡാഡ്വോ തുറമുഖത്ത് ഔദ്യോഗികമായി എത്തിച്ചേർന്നു. ചൈനീസ് നാവികസേനയുമായി ചേർന്ന് ജോയിന്റ് സി 2026 എന്ന് പേരിട്ടിരിക്കുന്ന ഈ വൻ നാവിക അഭ്യാസത്തിനാണ് ഇവിടെ തുടക്കമായിരിക്കുന്നത്. മഞ്ഞക്കടലിൽ വെച്ച് നടക്കുന്ന ഈ തന്ത്രപ്രധാന നീക്കം മേഖലയിലെ അമേരിക്കൻ സ്വാധീനത്തിന് വലിയൊരു വെല്ലുവിളിയായാണ് വിലയിരുത്തപ്പെടുന്നത്. ജൂലൈ 6 മുതൽ ജൂലൈ 13 വരെ നീണ്ടു നിൽക്കുന്ന അതീവ തീവ്രമായ സൈനിക പരിശീലന പരിപാടികളാണ് ഇരു രാജ്യങ്ങളും ചേർന്ന് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇരു രാജ്യങ്ങളുടെയും അത്യാധുനിക യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളും വിമാനങ്ങളും ഈ സംയുക്ത നീക്കത്തിന്റെ ഭാഗമായി കടലിൽ അണിനിരക്കും. സാങ്കേതിക വിദ്യയിലും ആക്രമണശേഷിയിലും ലോകത്ത് മുൻപന്തിയിൽ നിൽക്കുന്ന രണ്ട് വൻ ശക്തികൾ കൈകോർക്കുമ്പോൾ അത് പസഫിക് മേഖലയിലെ നാവിക സന്തുലിതാവസ്ഥയെ തന്നെ സ്വാധീനിക്കും. ഈ നാവിക അഭ്യാസത്തിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിരിക്കുന്നത് യഥാർത്ഥ യുദ്ധ സാഹചര്യങ്ങളെ നേരിടാനുള്ള അത്യാധുനിക യുദ്ധമുറകളാണ്. കടലിലെ ലക്ഷ്യങ്ങളെ കൃത്യമായി തകർക്കാൻ ശേഷിയുള്ള തത്സമയ പീരങ്കി ആക്രമണങ്ങൾ ഈ ദിവസങ്ങളിൽ നടക്കും. ശത്രുക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വ്യോമാക്രമണങ്ങളെ പ്രതിരോധിക്കാനുള്ള എയർ ഡിഫൻസ് സംവിധാനങ്ങളുടെ പരീക്ഷണമാണ് ഇതിലെ മറ്റൊരു പ്രധാന ആകർഷണം. ഇവയ്ക്കെല്ലാം പുറമെ ശത്രു രാജ്യങ്ങളുടെ അത്യാധുനിക അന്തർവാഹിനികളെ കണ്ടെത്തി നശിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ആന്റി സബ്മറൈൻ വാർഫെയറും ഈ കഠിനമായ പരിശീലനത്തിന്റെ ഭാഗമാണ്. സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ഒളിച്ചിരിക്കുന്ന ഭീഷണികളെ എങ്ങനെ സംയുക്തമായി നേരിടാം എന്നതിനാണ് ഇരു നാവിക സേനകളും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. റഷ്യയുടെയും ചൈനയുടെയും കമാൻഡർമാർ ഒരേ കൺട്രോൾ റൂമിലിരുന്ന് ഈ നീക്കങ്ങളെ ഏകോപിപ്പിക്കും. എന്നാൽ ഈ നാവിക അഭ്യാസത്തെക്കാൾ ഉപരിയായി അന്താരാഷ്ട്ര സമൂഹത്തെയും പെന്റഗണിനെയും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് ഇതിനുശേഷം നടക്കാൻ പോകുന്ന മറ്റൊരു പ്രധാന നീക്കമാണ്. ജൂലൈ 13 ഔദ്യോഗിക അഭ്യാസ പ്രകടനങ്ങൾ അവസാനിച്ച ഉടൻ തന്നെ ഇരു രാജ്യങ്ങളുടെയും സംയുക്ത കപ്പൽപ്പട പിരിഞ്ഞു പോകില്ല എന്ന് മിലിറ്ററി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. പകരം അവർ ഒന്നിച്ച് പസഫിക് സമുദ്രത്തിലുടനീളം വിപുലമായ ദീർഘദൂര കോംബാറ്റ് പട്രോളിംഗിലേക്ക് നേരിട്ട് പ്രവേശിക്കും. ഭൂപടത്തിൽ വലിയൊരു പ്രദേശം ഉൾക്കൊള്ളുന്ന പസഫിക് സമുദ്രത്തിലൂടെയുള്ള ഈ റഷ്യൻ ചൈനീസ് സംയുക്ത പട്രോളിംഗ് മേഖലയിലെ സുരക്ഷാ ക്രമീകരണങ്ങളെ പൂർണ്ണമായും അട്ടിമറിക്കാൻ പോകുന്ന ഒന്നാണ്. തങ്ങളുടെ അതിർത്തികൾക്ക് തൊട്ടരികിലൂടെ ഈ രണ്ട് വൻ ശക്തികളുടെ യുദ്ധക്കപ്പലുകൾ ഒന്നിച്ചു നീങ്ങുന്നത് അമേരിക്കയെയും അവരുടെ പ്രധാന സഖ്യകക്ഷികളെയും വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ട്. വരും ആഴ്ചകളിൽ പസഫിക് മേഖലയിലെ സമുദ്രപാതകൾ അതീവ ജാഗ്രതയിലായിരിക്കും. റഷ്യയുടെയും ചൈനയുടെയും ഈ അപ്രതീക്ഷിതവും ശക്തവുമായ നീക്കത്തെ അതീവ ആശങ്കയോടെയാണ് അമേരിക്ക, ജപ്പാൻ, തെക്കൻ കൊറിയ എന്നീ രാജ്യങ്ങൾ നിരീക്ഷിക്കുന്നത്. ഈ മേഖലയിലെ US സഖ്യത്തിന്റെ അടിത്തറ ഇളക്കാൻ പോകുന്നതാണ് ഈ പുതിയ സഖ്യമെന്ന് അവർ ഭയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ തങ്ങളുടെ റഡാറുകളും നിരീക്ഷണ വിമാനങ്ങളും കപ്പലുകളും ഉപയോഗിച്ച് ഈ സംയുക്ത കപ്പൽപ്പടയുടെ ഓരോ ചലനവും ഈ രാജ്യങ്ങൾ കൃത്യമായി ട്രാക്ക് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് വാഷിംഗ്ടണിലെ പുതിയ ഭരണകൂടത്തിന് ഈ നീക്കം വലിയൊരു നയതന്ത്ര വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ബ്രിക്സ് സഖ്യത്തിലെ ഏറ്റവും കരുത്തരായ രണ്ട് രാജ്യങ്ങൾ തങ്ങളുടെ സൈനിക കൂട്ടുകെട്ട് പരസ്യമായി പ്രഖ്യാപിക്കുന്നത് അമേരിക്കൻ ആഗോള മേധാവിത്വത്തിന് കടുത്ത തിരിച്ചടിയാണ്. ഏഷ്യ പസഫിക് മേഖലയിൽ തങ്ങൾ തനിച്ചല്ലെന്നും ശക്തമായ ഒരു ബദൽ ശക്തി ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ടെന്നും തെളിയിക്കുകയാണ് ഈ നീക്കത്തിലൂടെ ബെയ്ജിങ്ങും മോസ്കോയും ചെയ്യുന്നത്. കഴിഞ്ഞ കുറച്ചു കാലമായി യുക്രൈൻ വിഷയത്തിൽ റഷ്യക്കെതിരെയും തായ്വാൻ വിഷയത്തിൽ ചൈനയ്ക്കെതിരെയും കടുത്ത ഉപരോധങ്ങളും സൈനിക സമ്മർദ്ദങ്ങളും ചെലുത്താൻ അമേരിക്ക ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ രണ്ട് വൻ ശക്തികളും പരസ്പരം കൈകോർത്തതോടെ അമേരിക്കയുടെ തന്ത്രങ്ങൾ പാളുന്ന കാഴ്ചയാണ് കാണുന്നത്. പരസ്പരമുള്ള സൈനിക സഹകരണം വർദ്ധിപ്പിക്കുന്നതിലൂടെ പാശ്ചാത്യ ശക്തികളുടെ ഏത് സമ്മർദ്ദത്തെയും അതിജീവിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന ഇരു രാജ്യങ്ങളും തെളിയിക്കുന്നു. ജപ്പാനെ സംബന്ധിച്ചിടത്തോളം ഈ നീക്കം തങ്ങളുടെ ദേശീയ സുരക്ഷയ്ക്ക് നേരിട്ടുള്ള ഭീഷണിയാണ്. തങ്ങളുടെ തീരങ്ങളോട് ചേർന്നുള്ള കടൽ മേഖലയിൽ റഷ്യൻ ചൈനീസ് യുദ്ധക്കപ്പലുകൾ ഒന്നിച്ച് പെട്രോളിംഗ് നടത്തുന്നത് ടോക്കിയോയെ കടുത്ത ആശങ്കയിലാക്കുന്നു. സമാനമായ രീതിയിൽ തന്നെ തെക്കൻ കൊറിയയും തങ്ങളുടെ സൈനിക സന്നദ്ധത വർദ്ധിപ്പിക്കുകയും അതിർത്തികളിൽ നിരീക്ഷണം ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മഞ്ഞക്കടലിൽ ആരംഭിച്ച ഈ ജോയിന്റ് സി 2026 കേവലം ഒരു സാധാരണ സൈനിക പരിശീലനമല്ല, മറിച്ച് വരാൻ പോകുന്ന ഒരു വലിയ ഭൗമരാഷ്ട്രീയ മാറ്റത്തിന്റെ കൃത്യമായ സൂചനയാണ്. ലോകത്തെ രണ്ട് വലിയ ആണവ ശക്തികൾ തങ്ങളുടെ തന്ത്രപ്രധാനമായ ആസ്തികൾ ഒന്നിച്ചു വിന്യസിക്കുമ്പോൾ അത് ലോകക്രമത്തിൽ പുതിയ ചേരിതിരിവുകൾ സൃഷ്ടിക്കും.
പസഫിക് സമുദ്രത്തിലെ മേധാവിത്വത്തിനായി ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള മത്സരം വരും ദിവസങ്ങളിൽ കൂടുതൽ കടുക്കാനാണ് സാധ്യത. വരും ദിവസങ്ങളിൽ ഈ സംയുക്ത കപ്പൽപ്പടയുടെ ദീർഘദൂര പെട്രോളിംഗ് എങ്ങോട്ടേക്കാണ് നീങ്ങുക എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇൻഡോ പസഫിക്കിലെ സമാധാന അന്തരീക്ഷം. അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമാണ് തങ്ങളുടെ നീക്കങ്ങളെന്ന് റഷ്യയും ചൈനയും അവകാശപ്പെടുന്നുണ്ടെങ്കിലും മേഖലയിലെ മറ്റു രാജ്യങ്ങൾ ഇത് വിശ്വസിക്കാൻ തയ്യാറല്ല. വരും ആഴ്ചകളിൽ ലോക മാധ്യമങ്ങളുടെയും പ്രതിരോധ വിദഗ്ധരുടെയും ശ്രദ്ധ പൂർണ്ണമായും ഈ സമുദ്രമേഖലയിലായിരിക്കും.